ഞാനിന്നുള്ളത് ഞാനിപ്പോൾ ഉള്ളത് പത്മ തിയേറ്ററിലാണ്. ഇന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് ആസ്ഫിക്കയുടെ പുതിയ ലെവൽ ക്രോസിൻ്റെ റിലീസാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷോ തന്നെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഒരുപാട് നാളായി ആസ്ഫിക്കയുടെ പടം ഫസ്റ്റ് ഷോ തന്നെ കണ്ടിട്ട്. അപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കോളേജിൻ്റെ അപ്പുറത്ത് തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാ പടങ്ങളും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാൻ നോക്കും. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ തലവൻ എനിക്ക് ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ലെവൽ ക്രോസ് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ പടം തുടങ്ങാറായിട്ടുണ്ട്, കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് പടം കാണാം, തിയേറ്ററിലേക്ക് പോയിട്ട് കാണിക്കാം. ഗായ്സ്, നമ്മളിത് സിനിമ കണ്ടിട്ട് ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ പോയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ബൈ. അപ്പോൾ ഗായ്സ്, നമ്മളിത് വീട്ടിൽ വന്നു. നമ്മൾ പടത്തിൻ്റെ റിവ്യൂ പറയാനാണെങ്കിൽ അർഫസ് അയൂബ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറുടെ പടമായിരുന്നു. അതേപോലെ ജിത്തു ജോസഫ് പ്രസൻസ് പടമായിരുന്നു. അപ്പോൾ നമ്മൾ അതാണ് കൂടുതൽ പ്രതീക്ഷ വെച്ച് കണ്ടത്. അപ്പോൾ ജിത്തു ജോസഫിൻ്റെ പടമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ള ബേസിൽ തന്നെയാണ് പോയത്. അപ്പോൾ കഴിഞ്ഞ വട്ടം ഞാൻ ഏതൊരു സിനിമയ്ക്ക് പോയപ്പോൾ ഇതിൻ്റെ ട്രെയിലർ ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ലെവൽ ക്രോസ് പോയി കാണണം, ഫസ്റ്റ് ഡേ തന്നെ കാണണം. ഒരുപാട് പ്രതീക്ഷ കൊടുത്ത് തന്നെ പോയി കണ്ടതാണ്. പടത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു സൈക്കോ ത്രില്ലർ മൂവിയാണ്. ആകെ 3 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഷറഫുദ്ദീൻ, അമൽ, അപ്പോൾ ആസിഫിൽ, ഇങ്ങനെ 3 ക്യാരക്ടേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പടം ഒരു സ്ലോ ബേസ് പടമാണ്. പക്ഷേ എനിക്കങ്ങനെ ലാഗൊന്നും തോന്നിയില്ല. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ, കാരണം നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു പടമായിരുന്നു. കാരണം ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. നമ്മൾ ആദ്യത്തെ ഒരു സീൻ കാണിച്ച് നമ്മളൊരു കൺക്ലൂഷൻ നമ്മളിങ്ങനെയാണെന്ന് വിചാരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് നമ്മൾ വേറൊരു സീൻ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ ആയിരിക്കത്തില്ല. അങ്ങനെ ഭയങ്കര പിടിച്ചിരുത്തുന്ന ഒരു പടമായിരുന്നു. പിന്നെ പാട്ടിൻ്റെ കാര്യം പറയുന്ന ഒരു പാട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പോലെ ലാസ്റ്റ് എഴുതി കാണിക്കുമ്പോഴാണ് ഒരു പാട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആസ്ഫിക്കയുടെ ഈ മേക്കപ്പും ഇത്ര നാളും ഭയങ്കര എന്താണ് വരുന്ന പടത്തിലൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ടിരുന്നു. ഇപ്പോൾ വേറൊരു പല്ലൊക്കെ വെച്ചിട്ട് വന്നൊരു ചില സീൻസ്, ചില ആസ്ഫിക്കയുടെ ഡയലോഗൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. കുറേ പേര് അവിടെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പടമാണ്. എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കാവുന്ന ഒരു പടമാണ്. അമലപ്പോളാണെങ്കിലും ഷറഫുദ്ദീൻ ഒക്കെ ആണെങ്കിലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എടുത്ത് പറയാനുള്ളത് ആസിഫയുടെ ആക്ടിങ് തന്നെയാണ്, ഒരു രക്ഷയില്ല. ഇപ്പം നമുക്ക് റീസെൻ്റ്ലി വരുന്ന പടങ്ങളെല്ലാം എടുത്താൽ അറിയാം, ഓരോ പടത്തിനെക്കാട്ടിലും അടുത്ത പടം അതിൽ ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ആ പടത്തിൽ കാണാനും പറ്റുന്നുണ്ട്. ഇനി കാണാൻ ഇരിക്കുന്നവർ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. കുറേ ഫ്രെയിംസ്, അതാണ് എടുത്ത് പറയാനുള്ളത്, കുറേ ഫ്രെയിംസ് ഭയങ്കര അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കതൊക്കെ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിംസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഭയങ്കര ഒരു വെറൈറ്റി ഒരു പടമാണ്. കാരണം എന്താണ് നമ്മൾ സൈക്കോ ത്രില്ലേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.